ഈ ഭാരതത്തിൽ എന്താണോ ഉണ്ടാക്കാൻ ഭീകരവാദികൾ ആഗ്രഹിച്ചത്, ഭാരതത്തിൽ അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ, അവരുടെ മുൻപിലാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ലോക ജനതയുടെ മുമ്പിൽ ഒരൊറ്റ ദൗത്യത്തിന് വേണ്ടി ചെല്ലാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇത് പാകിസ്ഥാന് ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത അത് എങ്ങനെയാവും? അതോടൊപ്പം തന്നെ ഈ ഒരു നീക്കം അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ഒരു സന്ദേശം അതെന്തായിരിക്കും? ശ്രീ കിഷോർ, ഇത് തീർച്ചയായിട്ടും പ്രൊഫസർ അനിൽകുമാർ പറഞ്ഞതുപോലെയും അതുപോലെ വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെയും പുതിയ കാലഘട്ടത്തിൽ ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധം മാത്രമല്ല, സോഫ്റ്റ് വാർ പൊളിറ്റിക്സ്, നയതന്ത്ര യുദ്ധവും വളരെ പ്രധാനമാണ്. ഇപ്പൊ നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ സൈനിക മേധാവികളും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയും വക്താക്കളും അതുപോലെ പ്രധാനമന്ത്രി അടക്കം വളരെ കൃത്യമായി രാജ്യത്തെ ബോധ്യപ്പെടുത്തിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ യുദ്ധത്തിൽ ഇന്ത്യ ആദ്യം ലക്ഷ്യം വെച്ചത് പാകിസ്ഥാന്റെ സിവിലിയൻ മേഖലകളോ ഈവൻ സൈനിക മേഖലകളോ അല്ലെങ്കിൽ സൈനിക സങ്കേതങ്ങളോ പോലും അല്ല. ഇന്ത്യ പരമമായി ആദ്യം തന്നെ ഇതിലൊരു റിട്ടാലിയേഷൻ, പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എത്രയോ കാലമായി പോറ്റി വളർത്തുന്ന ഭീകരന്മാരെ പോറ്റി വളർത്താൻ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെയും അതുപോലെ തന്നെ യഥാർത്ഥ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ രാജ്യത്തിനകത്തും നടത്തുന്ന ഭീകര കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഭീകര നഴ്സറികളെ തകർക്കാനാണ് ഇന്ത്യയുടെ ആദ്യ ആക്രമണം നടന്നത്. അതിൽ വളരെ കൃത്യമായി തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിച്ചു. നമ്മൾ അതിർത്തി കടക്കാതെ തന്നെ വളരെ പിൻ പോയിന്റ് ആക്യുറസിയോടുകൂടി ഈ കേന്ദ്രങ്ങൾ നമ്മൾ നശിപ്പിച്ചു. അതിൽ അവർക്ക് ഗണ്യമായ നഷ്ടം വന്നു. പക്ഷെ അതിനുശേഷം പാകിസ്ഥാൻ റിട്ടാലിയേറ്റ് ചെയ്തത് ഇന്ത്യയുടെ സിവിലിയൻ കേന്ദ്രങ്ങളെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ അതിന് അതിശക്തമായ തിരിച്ചടി കൊടുത്തു. പാകിസ്ഥാന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ, റാവൽപിണ്ടി അടക്കം ഇസ്ലാമാബാദ്, അങ്ങനെ പാകിസ്ഥാന്റെ നിരവധി കേന്ദ്രങ്ങൾ, വളരെ സുപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു. അതും വളരെ ഷാർപ്പായിട്ട് നമ്മൾ ഏറ്റവും മികച്ച നമ്മുടെ ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. പാകിസ്ഥാന്റെ ആയുധങ്ങൾ ലക്ഷ്യം കാണുന്നതിൽ പലയിടത്തും പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ ആയുധങ്ങൾ, ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ, ഇന്ത്യയുടെ അത്യാധുനിക ആയുധങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യതയോടെ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റി. പക്ഷേ നമുക്ക് പിന്നീട് ഉണ്ടായ പ്രചരണം എന്താണ്? പാകിസ്ഥാൻ ആദ്യം തന്നെ വന്ന് നമ്മുടെ 5 റഫാൽ യുദ്ധവിമാനങ്ങൾ ആദ്യ ദിവസം തന്നെ തകർത്തു, അതിനെയെല്ലാം വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ പല സൈനിക കേന്ദ്രങ്ങളും നമ്മുടെ എയർഫോഴ്സ് താവളങ്ങളും തകർത്തു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളാവട്ടെ ഇതിനെല്ലാം മറുപടി പറഞ്ഞ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അതിനുള്ള രേഖ അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അതിനെ സ്ഥാപിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അവർ വളരെ വെയ്ഗായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഇന്ത്യയുടെ സൈനിക വക്താക്കൾ എല്ലാവരും, വിദേശകാര്യ സെക്രട്ടറി അടക്കം നടത്തിയ പത്രസമ്മേളനങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനുകളുടെ എല്ലാം ചിത്രം, ആദ്യം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ, പിന്നീട് ഇന്ത്യ നടത്തിയ വളരെ കൃത്യമായ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ മുമ്പോട്ട് വെച്ചു. അതെല്ലാം ലോകത്തിന് ബോധ്യമാകുന്ന രീതിയിൽ തന്നെ നമ്മളതെല്ലാം പരസ്യമായി അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു കൃത്യതയോടെ നമ്മൾ ഈ ദൃശ്യങ്ങൾ ലോകത്തിന് മുമ്പിൽ പങ്കുവച്ചു, രാജ്യത്തിന് മുമ്പിലും പങ്കുവച്ചു. പക്ഷെ ഇപ്പോഴും പാകിസ്ഥാൻ ഇതിനൊക്കെ ശേഷവും ദുരുപദിഷ്ടമായ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധത്തിൽ അവർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഇന്ത്യയുടെ പല കേന്ദ്രങ്ങളും തകർത്തു, ഇന്ത്യയുടെ സൈനിക മേധാവിത്വത്തെ വളരെ കൃത്യമായി തകർത്തെറിയാൻ അവർക്ക് കഴിഞ്ഞു. നമ്മളെ വെടിവെച്ചിട്ട ഡ്രോണുകളുടെയൊക്കെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ പാകിസ്ഥാന്റെ ഡ്രോണുകളൊന്നും 100-ലധികം അല്ലെങ്കിൽ 100 കണക്കിന് ഡ്രോണുകൾ വിട്ടെങ്കിലും ഒരു ഡ്രോൺ പോലും ലക്ഷ്യത്തിലെത്തിയില്ല, അല്ലെങ്കിൽ വളരെ ചുരുക്കം ഡ്രോണുകൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനായുള്ളൂ എന്നുള്ളതൊക്കെ വസ്തുതയായിരിക്കെ പാകിസ്ഥാൻ നിരന്തരമായിട്ട് പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഈ പ്രചരണങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ചില രാജ്യങ്ങൾ ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാന്, നേരത്തെ പറഞ്ഞ പോലെ തുർക്കിയും അസർബൈജാനും അടക്കമുള്ള ചില രാജ്യങ്ങൾ, ഒരു ഘട്ടത്തിൽ ചൈനയെ അടക്കം പാകിസ്ഥാന് നിരുപാധികം പിന്തുണയ്ക്കുന്ന കാഴ്ചയും കണ്ടു. അതിനെ കൗണ്ടർ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചൈനീസ് കൗണ്ടർ പാർട്ടിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ നീക്കത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആറ്റിറ്റ്യൂഡിൽ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മളിപ്പോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുക മാത്രമല്ല, പ്രൊഫസർ അനിൽകുമാർ പറഞ്ഞതുപോലെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്താൽ മാത്രം പോരാ, എന്താണ് ചെയ്തത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതും വളരെ പ്രധാനം. എന്ന് പറഞ്ഞാൽ ആക്ച്വൽ യുദ്ധത്തോടൊപ്പം തന്നെ നയതന്ത്ര യുദ്ധവും വളരെ പ്രധാനമാണ്. ഈ സോഫ്റ്റ് വാർ വളരെ പ്രധാനപ്പെട്ടതാണ്.
അതിനുവേണ്ടിയാണ് നമ്മൾ 7 അംഗ സംഘത്തെ ഇപ്പൊ അയക്കുന്നത്. ആ സംഘത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്. ആ 7 അംഗ സംഘം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഇന്ത്യ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്, എവിടെയാണ് തുടക്കത്തിൽ ആക്രമിച്ചത്, പിന്നീട് എന്താണ് പാകിസ്ഥാൻ ചെയ്തത്, അതുകൊണ്ട് പിന്നീട് ഇന്ത്യ തിരിച്ചടിച്ചത് ഏത് രീതിയിലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ലോകരാജ്യങ്ങളെ വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയതന്ത്ര സംഘത്തെ ഇങ്ങനെ 7 സംഘങ്ങളായി തിരിഞ്ഞ് ലോകരാജ്യങ്ങളിലെല്ലാം എത്തി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന അതിനാണ് ഇപ്പൊ ഈ സംഘങ്ങൾ. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നിരിക്കുന്നത്, അത് രാഷ്ട്രീയ എന്താ പറയുക, ചില പ്രശ്നങ്ങളുണ്ടായി. അതിനകത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ആ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ ഭിന്നതയുണ്ടായത്. ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതേക്കുറിച്ച് താങ്കൾ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അടുത്ത റൗണ്ടിൽ സംസാരിക്കാം. ഏതായാലും അത് ഒരു ചെറിയ കല്ലുകടിയായി എന്നുള്ളത് ഒരു സത്യമാണ്. ഇത് ഏകകണ്ഠമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രത്തിന്റെ താല്പര്യം പരിഗണിച്ച് ഒരഭിപ്രായ ഭിന്നതയില്ലാതെ ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ എന്താ പറയാ, ഇന്ത്യ ചെയ്തത് എന്ത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഈ അവസരത്തിൽ ഒരു ചെറു കല്ലുകടി പോലും ഇല്ലാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു. പക്ഷെ അത് ഉണ്ടായി. ഇനിയിപ്പോ ഏതായാലും അതുകൊണ്ട് മാത്രം ഇന്ത്യ കാര്യത്തിൽ ഈ നയതന്ത്ര സംഘത്തിന്റെ പോക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് അനിവാര്യമാണ്, പോയേ തീരൂ. ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ചെറിയൊരു വിജയമാണ് IMF നിരുപാധികമായിട്ട് ലോൺ കൊടുക്കുന്നു എന്ന് കരുതിയെടുത്ത് ഇന്ത്യ മാറി നിന്നിട്ടും പിന്നീട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ IMF വളരെ കൃത്യമായ ചില വ്യവസ്ഥകൾ, വികസനത്തിന് ഇത്ര തുക, ഇത്ര ശതമാനം തുക നീക്കി വെക്കണം എന്ന രീതിയിൽ ചില നിബന്ധനകൾ പാകിസ്ഥാന്റെ മേൽ വെക്കുന്നത് പോലും ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്.